ഹരി ഓം. ഇന്ന് നമ്മൾ നോക്കുന്നത് തൊടുപുരുഷ ശാസ്ത്ര പ്രകാരം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. കാലങ്ങളായി തൊടുപുരുഷ ശാസ്ത്രം എന്നീ ചിത്രത്തിൽ റോസയും അതുപോലെ തന്നെ മുല്ലപ്പൂവുമാണ്. ഈ രണ്ട് ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയായാലും അത് മനസ്സിൽ വിചാരിച്ച് വേണം ചിത്രം തിരഞ്ഞെടുക്കുവാൻ. അതിനു മുമ്പായി കണ്ണുകൾ പൂർണ്ണമായും അടിച്ചു ഇഷ്ടദേവതയെ അല്ലെ ദേവനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് തന്റെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്നും അതിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി അകറ്റി തരണമെന്നും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതായി ചിന്തിച്ച് ചിത്രത്തിൽ കാണുന്ന ഏതെങ്കിലും പുഷ്പം കണ്ണു തുറക്കുമ്പോഴേക്ക് ആ പുഷ്പം ഏതാവും, ഇതിൽ മനസ്സിൽ തോന്നിച്ച ചിത്രം ഏതാണ് അത് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായ വിശ്വാസം ആവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ നാം ആഗ്രഹിച്ച കാര്യം നടക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കാര്യം അഥവാ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്ന് തന്നെ വിചാരിച്ച് വേണം ചിത്രം തിരഞ്ഞെടുക്കുവാൻ. ഞാൻ ദേവനന്ദു. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതിൽ ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട അല്ലെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ആദ്യമായ ചിത്രം റോസ. അപ്പൊ റോസ തിരഞ്ഞെടുത്തവർക്ക് എന്താണ് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി കിട്ടുകയാണ്. നമുക്ക് എന്ത് ദുഃഖങ്ങൾ ഉണ്ടായാലും അതെല്ലാം നീങ്ങിക്കിട്ടും. ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി പതിവായി 21 ദിവസം ഗണപതി മൂലമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. 21 തവണയോ 51 തവണയോ 108 തവണയോ ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കുന്നു, അത് ഉത്തമമാണ്. ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ വേണം നമ്മളിത് മുമ്പോട്ട് പോകാൻ. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്തു തന്നെയാവട്ടെ അത് പൂർണ്ണമായി ഈശ്വരനെ അർപ്പിച്ച് ഈശ്വര അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം ആ ഈശ്വരനെ നടത്തി തരുമെന്ന പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഉറപ്പായും ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. ഈശ്വരൻ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഒരു ദുഃഖം ഉണ്ടാവുകയില്ല. ആഗ്രഹിച്ച കാര്യം ചിലപ്പോൾ വിവാഹത്തെ കുറിച്ചാവാം, ജോലിയെ കുറിച്ചാവാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാവാം, വിദേശത്ത് പോവാൻ വേണ്ടിയാവാം, സ്ഥലം വാങ്ങാനോ വിൽക്കാനോ സംബന്ധമായ കാര്യങ്ങളാവാം, പ്രണയ സംബന്ധമായ കാര്യങ്ങളാവാം. എന്തു തന്നെയായാലും തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും. പൂർണ്ണമായി വിശ്വസിക്കുക. ഈശ്വരൻ അത് നടത്തി തരാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും അത് നടക്കാൻ യോഗം കാണുന്ന സമയം തന്നെയാണ്. ഈ ആഗ്രഹം നടത്തി തരുന്ന ഈശ്വരന് മനസ്സിൽ നന്ദി പറയുക. ഒന്നുകൂടി കണ്ണുകൾ അടിച്ച് നിങ്ങൾ റോസാപ്പൂവാണ് ചിന്തിച്ചെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തെങ്കിൽ കണ്ണുകൾ അടിച്ച് തന്റെ ആ ഇഷ്ടദേവതയെ താൻ ആ ഇഷ്ടപുഷ്പം തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെ തന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടി തന്റെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചു അല്ലെ. അപ്പൊ ആ ഇഷ്ടദേവതയോട് നന്ദി പറയുക.
തന്റെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു തന്നതിന് നന്ദി പറയുക. തന്റെ ഇഷ്ടദേവത ഏതാണോ അത് ആരെ കമന്റ് ചെയ്യുക. അടുത്തത് മുല്ലപ്പൂ തിരഞ്ഞെടുത്തവർക്കാണ്. മുല്ലപ്പൂ തിരഞ്ഞെടുത്തവർ ശരിക്കും ഭാഗ്യശാലികൾ തന്നെയാണ്. നമുക്ക് പറയാം അവരുടെ കൂടെ ഭാഗ്യം ഉണ്ടെന്ന് തന്നെ പറയാം. നമ്മൾ വിചാരിച്ച കാര്യം വളരെ താമസിക്കാതെ തന്നെ അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ പരിശ്രമം നടത്തേണ്ടതായി വരും. നമ്മളിപ്പോ ചെയ്യുന്ന പരിശ്രമത്തിന്റെ കൂടെ ഒരു അല്പം കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ചെല്ലുകയോ, അധികമായി കുടുംബക്ഷേത്രത്തിൽ പോയിട്ടെങ്കിൽ ഒന്ന് കുടുംബക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് തന്റെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്ന ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയാണ്. തന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈശ്വര കടാക്ഷം ലഭിക്കുവാണ്. തന്റെ മുന്നിലുണ്ടാവുന്ന തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നീങ്ങിക്കിട്ടുവാനും തന്റെ ജീവിതത്തിൽ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ തനിക്ക് പാതി സമാധാനമാകുമെന്നും തന്റെ അഭ്യർത്ഥന അതല്ലേ തന്റെ ആഗ്രഹം എന്റെ കുടുംബദേവത സാധിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തിൽ വേണം പ്രാർത്ഥിക്കുവാൻ. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നവരാണ് മുല്ലപ്പൂ തിരഞ്ഞെടുത്തത്. ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും. എന്നിരുന്നാലും ചെറിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് യഥാശക്തി വഴിപാട് നടത്തുക. ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. കഠിന അധ്വാനം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളും. ആദ്യം പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ പരിശ്രമം വിടരുത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും തടസ്സങ്ങൾ എന്തു തന്നെയായാലും അതിനെല്ലാം മറികടക്കാൻ ഈശ്വരൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? തന്റെ ഇഷ്ടദേവതയും തന്റെ കുടുംബദേവതയും ഒത്തുചേർന്ന് തന്റെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് സാധിച്ചു തരാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടിയുള്ള വഴികാട്ടിയായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കോടിക്കണക്കിന് ജനങ്ങളുള്ളിൽ നിന്നും ഈ വീഡിയോ കാണുന്ന കുറച്ചു പേരിലേക്ക് മാത്രം ഈ വീഡിയോ എത്തിയെങ്കിൽ അത് നിങ്ങൾ കാണേണ്ട വീഡിയോ തന്നെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഈശ്വരൻ സാധിച്ചു തരാൻ തുടങ്ങുകയാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈശ്വരനെ പൂർണ്ണമായി തന്നെ വിശ്വസിക്കുക. തന്റെ ഈ കാര്യങ്ങൾ നടക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തിൽ വേണം ഇനി മുന്നോട്ട് പോകുവാൻ. ഇനി അതിലൊരു സംശയം പാടില്ല. സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആഗ്രഹം നടത്തുന്നു വരില്ല. പരിശ്രമം കൈവിടാതെ മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അതിനൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് അല്ലേ? അപ്പൊ താൻ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി മുല്ലപ്പൂ തിരഞ്ഞെടുക്കാൻ തന്റെ ഈശ്വരൻ തന്റെ മനസ്സിൽ നിന്നും പറഞ്ഞു തന്നതാണ് അല്ലേ? അപ്പോൾ തന്റെ ഇഷ്ടദേവത ആരാണെന്ന് താരൊന്ന് കമന്റ് ചെയ്യുക. മനസ്സിൽ കണ്ണടിച്ച് തന്റെ ഇഷ്ടദേവതയോടും കുടുംബദേവതയോടും നന്ദി പറയുക. നന്ദി, നമസ്കാരം.